അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീ കൃഷ്ണദാസ്, ഞാൻ ചോദിക്കുന്നത് മോദി വിഭജനാശയം സംസാരിക്കുന്നില്ല, അദ്ദേഹം മൻമോഹൻ സിംഗ് പറഞ്ഞത് കോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ് താങ്കൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, മൻമോഹൻ സിംഗ് പറഞ്ഞത് മോദി പറഞ്ഞത് പോലത്തെ വൃത്തികേടല്ല. മോദി പറഞ്ഞത് കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കാൻ പോകുന്നു എല്ലാം. അങ്ങനെയൊന്നും മൻമോഹൻ സിംഗ് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു വാദത്തിന് വേണ്ടി അതങ്ങോട്ട് മാറ്റിവെച്ചാലും അതിനുശേഷം മോദി പറഞ്ഞത് മുഴുവൻ ഈ പറയുന്ന വർഗീയ വർത്തമാനമാണ്. അതിനുശേഷം ഇപ്പം കോൺഗ്രസ് പറഞ്ഞതിനെ കോട്ട് ചെയ്യുക മാത്രം ഞങ്ങൾ ചെയ്തു എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ട് എന്ന പേരിൽ മോദി അന്നു മുതൽ ഇന്ന് വരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രീ കൃഷ്ണദാസ് നുണയാണ്, കല്ല് വെച്ച നുണയാണ്. ഞാനൊരു സംവാദത്തിന് തയ്യാറാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന പേരിൽ മോദി എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നുണയാണ്. അതിലേതെങ്കിലും ഒരു സത്യമുണ്ടെന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിഞ്ഞാൽ ഞാൻ ഈ വാദമുഖങ്ങൾ മുഴുവൻ പിൻവലിച്ച് മാപ്പ് പറയാം. നിഷാദെ, നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പൊതുയോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് ദേശീയ നേതാക്കളാണെങ്കിലും പ്രാദേശിക നേതാക്കളാണെങ്കിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കളാണെങ്കിലും ഇനി ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളാണെങ്കിലും ആരാണെങ്കിലും അവർ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയം നടത്തുമ്പോൾ ആ സദസ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് വിഷയങ്ങൾ മാറി വരികയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ മാറി വരികയോ ചെയ്യും. അങ്ങനെ നടക്കുന്ന പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിശദീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തെറ്റായ തരത്തിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയും നാളിതുവരെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ BJP നേതാക്കന്മാരുടെ അങ്ങനെയല്ല. നമുക്ക് സ്പെസിഫിക് ആകാൻ താങ്കൾക്ക് കഴിയുമോ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മംഗൽസൂത്ര അടക്കം എടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഗവൺമെന്റ് കോൺട്രാക്റ്റുകളിൽ സ്പെഷ്യൽ ടെൻഡർ ഉണ്ടാവുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഒപ്പം എന്താ പറയുന്നത്, കായിക താരങ്ങളെ മുസ്ലിം കോട്ട വെച്ച് ടീമുണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറയുന്നു അവർ രാമക്ഷേത്രത്തിന് ബാബരി താഴിടുമെന്ന്. എവിടെയെങ്കിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറയുന്നു അവരുടെ ആർട്ടിക്കിൾ 370 അവർ റീഇൻസ്റ്റേറ്റ് ചെയ്യുമെന്ന്. കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് മുഴുവൻ വർഗീയത പ്രസംഗിക്കാനുള്ള നുണകൾ, അതിനെ ആശ്രയിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമാണ്, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നു എന്ന പേരിൽ പറഞ്ഞ നുണകളെ ഓഡിറ്റ് ചെയ്യാൻ താങ്കൾ തയ്യാറുണ്ടോ? നിഷാദെ, ഇപ്പോൾ BJP ഇങ്ങനെ പറഞ്ഞു, പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ടോ പ്രകടന പത്രികയിലില്ലോ എന്നുള്ളതല്ല വിഷയം. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രകടന പത്രികയിലെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ വിശദീകരിക്കുമ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അതിനെ വിവക്ഷിക്കുമ്പോൾ അതിലെ ഉദാഹരണങ്ങൾ വിവക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ വിവക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ ഉദാഹരണമല്ല, ഈ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഇങ്ങനെ ഒരു സാധനമോ ഇതിന്റെ പരിസരത്ത് വരുന്ന കാര്യമോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല. പിന്നെ എങ്ങനെ വിവക്ഷിക്കുക? നിങ്ങൾക്കൊരു കാര്യം പറയണം, അത് നിങ്ങൾ പറയുക. അതിന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ട് എന്ന വ്യാജം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിരന്തരമായി പ്രസംഗിക്കുകയാണ്. എന്തിനാ വ്യാജം പറയുന്നത്? വർഗീയത പ്രസംഗിക്കാൻ വിഷയമില്ല. വിഷയം ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? വ്യാജം പറയണം. ഇത് നിങ്ങൾ നിരന്തരം പറയാണ്. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. നിഷാദ്, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് അങ്ങ് വാചാലനാകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങേരുടെ ഇഷ്ടമാണ്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉയർത്തുന്ന അവരുടെ പ്രകടന പത്രികയിലെ ഒരു പ്രചരണ വിഷയമുണ്ട്. ആ പ്രചരണ വിഷയത്തിന്റെ സാങ്കത്യത്തെക്കുറിച്ചാണ് ഏതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ പൊതുരൂപം? താങ്കൾ പറയാൻ വരുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, ആ പൊതു സ്വഭാവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നതാണല്ലോ താങ്കൾ ഇപ്പൊ വിശദീകരിക്കാൻ നോക്കുന്നത്. ശരി, എന്താണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ നിങ്ങൾ കാണുന്ന പൊതുരൂപം? ആ പൊതുരൂപം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയക്ക് വിരുദ്ധമായിട്ടുള്ള തരത്തിൽ കള്ളപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. ഏതാണത്? ആ ഭാഗത്തെ പറയുന്ന ഒരു ഉദാഹരണം പറയും. ഒരു ഉദാഹരണം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വിഭജനാശയം പേറുന്നതാണോ, ഹിന്ദു വിരുദ്ധമാണോ, ജനാധിപത്യ വിരുദ്ധമാണോ എന്ന് പറയാൻ ഒരു ഉദാഹരണം പറയൂ. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം.
അത് ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. കോൺഗ്രസിൻ്റെ നിരന്തരമായിട്ടുള്ള വാദം എന്താണ്? ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കും. എന്താണ് അതിന് സാങ്കത്യമുള്ളത്? 1975 മുതൽ 76, 77 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭരണഘടനയെ അട്ടിമറിച്ചവർ 102 തവണ നടത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളിൽ 86 എണ്ണവും നടത്തിയിട്ടുള്ള ആളുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തന്നെ നോക്കുകുത്തിയായി ഭരണം നടത്തിയിട്ടുള്ള ആളുകൾ, ഏതാണ്ട് 60 വർഷക്കാലത്തെ, ഏതാണ്ട് 58-60 വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ നിരന്തരമായി ഗവൺമെൻറ്റുകളെ നിഷ്കരുണം പിരിച്ചുവിട്ടിട്ടുള്ള ആളുകൾ, ഭരണഘടനയ്ക്ക് യാതൊരു പുല്ലുവിലയും കൽപ്പിക്കാതെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മുഴുവൻ തന്നെ കുത്തികളാക്കി നടത്തിയിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ, ആ കോൺഗ്രസ്സുകാർ പറയുകയാണ് ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കും. എത്ര പൊള്ളയായ, എത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. കൃഷ്ണദാസ്, അത് പറയാൻ വേണ്ടിയാണോ ഈ കോൺഗ്രസ്സുകാരുടെ ഭരണഘടനാ സ്നേഹം വ്യാജമാണെന്ന് പറയാൻ വേണ്ടിയാണോ സഹോദരിമാരെ നിങ്ങളുടെ താലിമാല കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ്, ഇതാ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതും കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ ഈ പറയുന്ന പോലെ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രത്യേകമായി കൊടുക്കുമെന്ന് എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെങ്കിൽ പറയൂ.